സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. സിനിമ കൂട്ടാതെ നാലൊന്നുമില്ല. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ, പതിവിട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ടേ. പല നാളായി ഉള്ളിലൊതുക്കിയ നോവാണെന്നേ, പറയാതിനി വയ്യ നെഞ്ചിൽ തീയാണെന്നേ. പെണ്ണ് വരാനുള്ള സമയമായി. സമയം വാച്ചില്ലേ എന്നാലും നിന്റെ ട്യൂണിങ്ങിന് അവൻ കൊണ്ടുപോയല്ലേ? അവൻ ഡാൻസറാ, അവന് കഴിവുണ്ട്. അവന്റെ കയ്യിൽ അവള് വീണു കാണും. എടാ, നീ പരീക്ഷയ്ക്ക് ജയിക്കും, ഞാൻ പൊട്ടും. പക്ഷെ എനിക്ക് ഒരു പെങ്കൊച്ചുങ്ങളായിട്ട് ഒരു കമ്പനി ഇല്ല. നിനക്ക് എല്ലാ പെങ്കൊച്ചുങ്ങളായിട്ട് കമ്പനി ഉണ്ട്. നിനക്ക് FBO വാട്സാപ്പോ അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയാസും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ സാധിക്കുന്നത്? വെരി സിമ്പിൾ. എടാ, ഈ പെമ്പിള്ളാരെ മനസ്സിൽ കെട്ടി വെച്ചാണല്ലോ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഓടി നടക്കും. പരീക്ഷയ്ക്ക് ഒരു പുണ്ണാക്ക് എഴുതാൻ പറ്റിയതാ. അതിന്റെ ടെക്നിക്കാടാ. ഇതെന്റെ ട്രേഡ് മാർക്കാണ്, ആരോടും പറഞ്ഞു കൊടുക്കരുത്. നിന്റെ മൊബൈൽ നമ്പർ എത്രയാ? നമ്പരോ? ചുമ്മാ താടാ. 7744. നമ്പറിന്റെ അവസാനം 44. ഞാൻ 45 കൂട്ടി വിളിച്ചു. എന്താടാ കട്ട് ചെയ്ത്?
ഒരു 10 മിനിറ്റ് ഒരു മിസ്ഡ് കോൾ വരികയാണെങ്കിൽ അതൊരു ആണിന്റെ നമ്പർ ആയിരിക്കും. കോൾ വന്നില്ലെങ്കിൽ അതൊരു പെണ്ണിന്റെ നമ്പർ ആയിരിക്കും. നമുക്ക് എന്തായാലും തിരിച്ചു വിളിക്കാം. അതൊരു വെയിറ്റ് ചെയ്യാം. ഓ, വെയിറ്റ് ചെയ്യാം. അളിയ 10 15 മിനിറ്റ് ആയി, വിളിക്കണ്ടേ? വെയിറ്റ്. ഹലോ, കാർത്തിക് അല്ലേ? എനിക്ക് ജോലി കിട്ടി, നാളെ ചെലവ്. ഹലോ ഹലോ, ഇതാരാ? ആ ആ, ഏത് കോളേജിലാണ് പഠിക്കുന്നേ? ആ, ശ്ശോ. കണ്ടോളാണ് എന്റെ ഐഡിയ. ഞാൻ എന്നും വിളിക്കും. ഞാൻ പോയി ചോറിട്ട് വരാം. ഓ, അവനാണ് പഠിപ്പിസ്റ്റ്, മറ്റവനാണ് ഡാൻസർ. എന്തെങ്കിലും കഴിവില്ലാതെ ആരും ശ്രദ്ധിക്കും തോന്നില്ല. ആ, എന്നാലും പോയി ചോറിട്ട് വരാം. എന്റെ നിവിൻ ചേട്ടാ, നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം നോക്കണേ. ജീവിതത്തിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചു, സിനിമയിലെല്ലാം പ്രേമിക്കുന്നു. ഫൂഫ്. എന്തേലും കഴിവില്ലെങ്കിൽ ആരും ശ്രദ്ധിക്കുമല്ലോ, മനസ്സിലായി. ഛേ, ഗുണ്ടാ സെറ്റപ്പ് എങ്ങനെയുണ്ട്? ലാലേട്ടന്റെ കൈഡി കിട്ടുന്നതാ. ശ്രമിച്ചു എന്തായാലും. അപ്പൊ ഇനി ഗുണ്ടാ സെറ്റപ്പ്. അവളാ ഇവണ്ട് നോക്കിയോളാ. അടുത്ത വെള്ളിയാഴ്ചക്കാം സ്ഥലം ഒഴിഞ്ഞു. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. ആരുടെ സ്ഥലം ഏത് സ്ഥലം എന്നൊക്കെ അറിയാലോ. എന്റെ പേരെങ്ങനെ അറിയാം? നിന്റെ പേര് കാർത്തിക്, നിന്റെ അച്ഛന്റെ പേര് രഘു. ഒരു കോൺട്രാക്ടൂടെയാണ് നിന്റെ അച്ഛൻ. നിന്റെ ഫാമിലി ഫുള്ളായിട്ട് എനിക്ക് അറിയുകയും ചെയ്യാം. എന്റെ പൊന്നു ചേട്ടാ, വീട്ടിൽ പോയി പറയരുത്. പേരെടുത്ത് ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണിച്ചു കൂട്ടിയത്. വീട്ടിൽ പോയി പറഞ്ഞെന്നെ നാറ്റിക്കരുത്. ഇങ്ങനെയാണോ പേരെടുക്കുന്നത്? ഒരു ഗുണ്ട വന്നിരിക്കുന്നു, പാറയിക്കടാണ്. ഞാനെന്നാ പോയേക്കുവാ. നീ എപ്പോഴാ പോകുന്നത്? എനിക്ക് 7 മണിക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു, അതിന് പോയേക്കെന്ന് വെച്ചാ. ആ എടാ, സൂര്യ ഉണ്ടായിരുന്നു, അവനോട് സോറി പറഞ്ഞിട്ട് പോരും. ആ, ഒരു കാര്യം പറഞ്ഞു. അവൻ എന്റെ ഒരു ലെറ്റർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലെറ്ററോ? എന്നാ ശരിടാ, ഞാൻ പോയോ. ഓക്കേടാ, വീണ്ടും കാണാം.
നിനക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? അവൻ ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടി കഞ്ചാവ് അടിച്ച് ഗുണ്ടയാകാൻ പോയേക്കുന്നു. നിന്റെ ആ പഠിപ്പിച്ച ഫ്രണ്ട് എന്നെ വിളിച്ചായിരുന്നു. നീ എന്നെ പ്രാഞ്ചേട്ടനാ നടക്കണോ? പ്രാഞ്ചേട്ടൻ നിന്റെ സിഗരറ്റ് ഒന്ന് വലിച്ചു, അത് സത്യമാണ്. അതാളുകൾ ശ്രദ്ധിക്കാൻ വിളിച്ചത്. നീ ചൂടാവാതെ. ആൾക്കാരെ ശ്രദ്ധിക്കാനാണ് എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. നീ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ? എന്ത്? പണ്ട് ഞങ്ങളെ നാട്ടിൽ ഫ്രീ ആയിട്ടൊരു കണ്ണുപരിശോധന പരിപാടി ഓർഗനൈസ് ചെയ്തായിരുന്നു. സംഭവം പൊട്ടി. നീ ഒന്ന് മുമ്പേ നിന്നാൽ മതി. നമുക്കത് ചെയ്യാം, വിജയിപ്പിക്കാം. നിനക്ക് നാട്ടിൽ പേരും എടുക്കാം. ബൈക്കുണ്ടോ? പെട്രോൾ ഉണ്ടോ? എടാ, ഒരു ചോദ്യം ചോദിക്കും, മറ്റൊരു ചോദ്യമല്ല ഉത്തരം. പറഞ്ഞതൊരു സത്യം മാത്രം. നോട്ടീസ് അടിച്ച് നിന്റെ ബൈക്ക് വിതരണം. പബ്ലിസിറ്റി. നോട്ടീസ് അടിച്ചാലോ? ക്യാഷ് ഉണ്ടോ? എടാ, നിന്നോട് ഞാൻ പറഞ്ഞു ഒരു ചോദ്യം ചോദിക്കും, മറ്റൊരു ചോദ്യമല്ല ചോദിക്കണ്ടെന്ന്. ആ, എന്റെ അപ്പനൊരു കോൺട്രാക്ടർ അല്ലേ, നമുക്ക് പുള്ളിക്കാരനെ കൊണ്ട് നോട്ടീസ് അടിപ്പിച്ചാലോ? അത് കളിക്ക്. അപ്പൻ്റെ ഒരു പണി ഇരിക്കട്ടെ. ആ, നമ്മുടെ അപ്പനല്ലേ, ആരനെ ചോദിക്കാൻ? നീ വാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അങ്ങനെ പോസ്റ്റോട്ടിക്കൽ കഴിഞ്ഞു. ആളിയാ, നമുക്കൊരു പരസ്യം കാച്ചാലോ? പരസ്യമോ? യൂട്യൂബില്. യൂട്യൂബിലോ? നീ കേറ്. ആരഭിനയിക്കും? ഞാൻ അഭിനയിക്കും. നീയോ? പിന്നെ അല്ലാതെ, നീ വാടാ. ഷട്ടെങ്ങനെയുണ്ട്? കൊള്ളൂല്ലേ? കൊള്ളോ? വലിയ ഗുണമില്ല, സാരമില്ല, കൊള്ളാം. ആ, അത് വേണം. കണ്ണാണ് ശരീരത്തിന് വിളക്ക്. കണ്ണു കുറ്റിയായിട്ട് ശരീരം മുഴുവൻ പ്രകാശിക്കും. ഏയ് കട്ട് 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 കട്ട്. ശരിയായില്ല. ഇത് പിടിച്ചോ, ഇത് ടേക്കാണേ, ഇത് പൊളിക്കും. കണ്ണാണ് ശരീരത്തിന് വിളക്ക്. കണ്ണു കുറ്റിയായിട്ട് ശരീരം. ഓ, ഓക്കേ. എന്നാ പറ്റടാ, നാളെ പരിപാടിയല്ലേ? നിന്റെ മുഖത്തെന്താ ഒരു വിഷമം? പണി പാളി കളിയാ. അടിച്ചു കിട്ടി. ഡോക്ടർ നാളെ വരികയല്ല. ഡോക്ടറിന് ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന്. നമുക്കൊരു വ്യാധിനെ അങ്ങിറക്കിയാലോ? നീ പോ. ഇപ്പടെ പരിപാടി നടന്നിട്ടുള്ളൂ. നീ വളരെ കണ്ടുപോയി കഴിഞ്ഞ നിങ്ങളുടെ പരിപാടി പാളിയെന്നല്ലേ തോന്നുന്നു. നീ പോടാവുന്നീ നിന്നെയൊക്കെ ഈ നാട്ടിൽ ഞാൻ നാട്ടിച്ചിട്ടേ ഉള്ളൂ. എടാ Kiss me. Close your eyes, miss me. Close your eyes. ഹലോ, 22-ാം തീയതി ഒരു ഫിലിം ഓഡീഷൻ ഉണ്ട്. ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യാം. പറ്റുവാണെങ്കിൽ വരണം. ആരായിരിക്കും? അഭിനയം ഒരുപാട് സ്കിറ്റൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാ. ഒന്ന് പോയി നോക്കിയാലോ? ഇടത്താൻ പണ്ടേതോ സ്കൂൾ നാടകങ്ങളിലെ ക്ഷയരോഗിയുടെയും കുഷ്ഠരോഗിയുടെയും വേഷം കെട്ടി ബെസ്റ്റ് ആക്ടറായെന്ന് കരുതി. അതാണോ സിനിമ അഭിനയം? ഓ, ഈ ലാലേട്ടന്റെ ഒരു കാര്യം. ആ, എന്തായാലും പോയി നോക്കാം. തനിക്ക് നല്ലൊരു വേഷം കിട്ടുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരു ദിവസമായിരിക്കും. ഓ, ഈ ലാലയുടെ മനുഷ്യന്റെ കോൺഫിഡൻസ് കളയുന്ന തോന്നുന്നു. ആ, പോയി നോക്കാൻ. എടാ ജോൺസേ, എവിടെ? മേ കമിൻ സർ? യെസ്. ഓഡിഷൻ വന്നവർ മാത്രം ഇവിടെ വന്നാൽ മതി. നിങ്ങൾ ദയവായി വെളിയിൽ പോകണം. പോകുമ്പോൾ ആ വാതിൽ കൂടെ അടച്ചേക്കൂ. അടിപൊളി.
ഓക്കെ. എന്താ ലേറ്റ് ആയത്? ഡ്രസ് കിട്ടിയില്ല. നൈസ് ലിസൺ. ടേക്ക് എ സീറ്റ്. താങ്ക്സ്. വാട്ട്സ് യുവർ നെയിം? സർ കാർത്തിക്. ഓ കാർത്തിക്, നൈസ് നെയിം. താങ്കൾക്ക് അഭിനയത്തെ പറ്റി സിനിമയെ പറ്റി എന്താ അഭിപ്രായം? സർ സിനിമ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവർക്ക് മാത്രം പിടിച്ചിരിക്കാൻ പറ്റിയ ഫീൽഡാണ്. ഓക്കെ, അപ്പം കഴിവുള്ളവർ മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഈ ഫീൽഡ് താങ്കൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? സാർ അതെനിക്കറിയില്ല. ഓക്കെ, ഇദ്ദേഹമാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ഓക്കെ സാർ. ഓക്കെ, ഞാൻ യൂത്തിനെ ബേസ് ചെയ്ത സിനിമയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഓടിച്ചു നോക്കാം. ഞാൻ ഒരു 3 സിറ്റുവേഷൻസ് പറയാം. ഇത് താങ്കൾ എനിക്ക് വേണ്ടി ആക്ട് ചെയ്തതാണ്. ആദ്യ സിറ്റുവേഷൻ. ഓക്കെ, ടേക്ക് എ സീറ്റ്. പെർഫോമൻസ് നന്നായിരുന്നു, കാണാൻ രസമുണ്ടായിരുന്നു, ഐ മൂവ്മെന്റ്സ് നല്ലതായിരുന്നു, താങ്കളുടെ എക്സ്പ്രഷൻസ് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ സിനിമയായിട്ട് ഞാൻ ഫർദർ മുമ്പോട്ട് പോവുകയാണെങ്കിൽ താങ്കളെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ പോവാം. ഓക്കെ. പിന്നെ ഒരു ഗുണ്ടയായിട്ട് ജീവിക്കുന്ന അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. സാർ എങ്ങനെ അറിഞ്ഞു? ഈ ഓഡിഷനിൽ തന്നെ വിളിച്ചതിനെ ഞാൻ താൻ ഈയിടെ നടത്തിയ നേത്ര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ ആ യൂട്യൂബിലൊക്കെ വീഡിയോ അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ തൊട്ട് തന്നെ ഞാൻ നോട്ട് ചെയ്ത തന്റെ നാട്ടിൽ വരികയും തന്നെ പറ്റി അന്വേഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് താൻ തന്റെ കഴിവുകളെ മറന്ന് മറ്റുള്ളവരുടെ കഴിവുകളിലേക്ക് നോക്കി ജീവിതം പച്ചപിടിപ്പിക്കാൻ നോക്കുന്ന ഒരാളാണ്. നീ എപ്പം നിന്റെ കഴിവുകൾ തിരിച്ചറിയുന്നോ അപ്പോഴേ നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ, അപ്പോഴേ നിനക്കൊരു വിജയം ഉണ്ടാകത്തുള്ളൂ. നിനക്ക് അഭിനയിക്കാൻ തയ്യാറാണോ? എങ്കിൽ ഈ സിനിമ ഞാൻ എടുക്കും, നിന്നെ വെച്ച് തന്നെ എടുക്കും. സാർ പറഞ്ഞെല്ലാം ശരിയാണ് സാർ. ഞാൻ എന്നെ തിരിച്ചറിയാൻ സമയമുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു. എനിവേ ഓൾ ദി ബെസ്റ്റ് കാർത്തിക്. താങ്ക് യു സാർ. See you soon. താങ്ക്സ്. ജോൺസേ, കിട്ടിയടാ ചാൻസ് കിട്ടിയോടാ? ചാൻസ് കിട്ടിയടാ. എന്നാ വാളിയാ ഒരു സെൽഫി എടുക്കാം. ഓ വേണ്ടടാ, സെൽഫി ഒന്നും വേണ്ട, അത് മോശമാണ്. ഇത് എന്നാ പറ്റിയല്ല നിനക്ക്? ഒന്നുമല്ലടാ, ഇവിടെ വന്നപ്പോ ജീവിതം വലുതും പഠിച്ചു. സെൽഫി മേടിക്കണം, അത് ബോറാ. ഏതായാലും നീ സിനിമ കയറിയല്ലേ, ആദ്യത്തെ ഓട്ടോഗ്രാഫ് എനിക്ക് തന്നെ ഇരിക്കട്ടെ. ഞാൻ തന്നെ എഴുതണോടാ. ഓട്ടോഗ്രാഫ് എങ്കിലും ഓട്ടോഗ്രാഫ്. വെച്ചു അളിയാ ഒരു ചാൻസ്. നീ വാളിയാ, സെറ്റാക്കാം.